നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ NH66 വർക്കിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വെള്ളം കൊണ്ട് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്തിറങ്ങിയതാണ്. ഇന്നെന്ന് പറയുമ്പോൾ 14 തീയതി മെയ് 14 ബുധനാഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ കോട്ടക്കൽ ഭാഗത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റോഡ് പണിൻ്റെ കണ്ടിന്യൂ വീഡിയോ അല്ല, പല സ്ഥലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ ഈ 6 വരിയിൽ 3 വരിയിൽ നിൽക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ടാറിങ്ങും കൂടി വരുമ്പോൾ ഇതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ സൈഡിൽ ഇവർ വെള്ളം താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പൈപ്പിലേക്ക് വെള്ളം എത്തുള്ളൂ. അതുവരെയുള്ളൊരു ബുദ്ധിമുട്ടാണ്, സ്ഥിരമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് വന്നിട്ടുണ്ട്. പാലച്ചിറമാട് കണ്ടില്ലേ, കോയിച്ചന ഭാഗത്തുനിന്ന് സർവീസ് റോഡ് വഴിക്ക് നല്ല രീതിയിൽ ചെളിയും മണ്ണും ഒലിച്ച് വന്നിട്ട് ഇപ്പോൾ KNRCൻ്റെ ആളുകൾ ഫുൾ ടൈം ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അതാത് സമയത്ത് വരുന്ന ചരലും മണ്ണൊക്കെ നീക്കിയിട്ടാണ് ഇപ്പോൾ ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലച്ചിറമാട് വയഡക്റ്റിൻ്റെ അടിയിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ബൈക്ക് യാത്രക്കാർക്ക് നല്ല സുഖമാണ്. നല്ല മഴ പെയ്യുമ്പോൾ കയറിക്കുക ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതാ താഴെ പാലച്ചിറമാട് മുകളിലുള്ള ഓവർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ആളുകൾക്കുള്ള സംശയമായിരുന്നു മഴ പെയ്താൽ ഓവർപാസിൻ്റെ അടിയിൽ വെള്ളം നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 1-2 ഓവർപാസിൻ്റെ കാഴ്ചകളും കൂടി കാണാം. ഈ ഓവർപാസിൻ്റെ വർക്കുകൾ ബാക്കിൽ കോട്ടക്കൽ ഭാഗത്തേക്ക് കഴിഞ്ഞിട്ടില്ല, ഈ ഭാഗത്താണ് കഴിഞ്ഞത്. പിന്നെ ഇവിടെ നല്ല ചരിവുണ്ട്, അടരിക്കോട് പാടത്തേക്ക് ചരിഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് ഓവർപാസ് നിൽക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മാസങ്ങളായിട്ട് വർക്കുകൾ ഇവിടെയൊക്കെ വളരെ സ്ലോ ആണ്. കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ട് വർക്കുകൾ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തെ വർക്കുകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എല്ലായിടത്തും എത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള വർക്കുകളൊക്കെ കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ടാണ് പൊതുവെ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഉള്ള മടി. കാരണം ഏകദേശമൊക്കെ നമുക്ക് വലിയൊരു മാറ്റം തോന്നുന്ന രീതിക്ക് വർക്കുകൾ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ പോണത് പൂക്കിപ്പറമ്പിൽ ഒരു ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഇവിടെ നിന്നും പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ഇല്ല, താഴെയില്ല മേലിന്നും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു മാറ്റമുള്ളത്, കഴിഞ്ഞ തവണ നല്ല ചെളിയുള്ള വെള്ളം ഇനി റോട്ടുമെന്ന് വന്നുകൊണ്ടിരുന്നത്. കൊല്ലം ടാറിങ്ങൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ കഴിഞ്ഞുള്ള ചേളാരൊക്കെ സംഭവിച്ചതൊക്കെ അറിയാം, ഒരു ഡാം തുറന്ന പോലെ ഇനി വെള്ളം താഴേക്ക് വന്നിരുന്നത്. ഇക്കൊല്ലം അതേപോലെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെ കാഴ്ചയാണിത്. ഇത് ചേളാരി കഴിഞ്ഞുള്ള ഇതേപോലെ ഉണ്ട് ഇനി, പക്ഷെ അന്ന് ഭയങ്കര ചെളിവെള്ളം ഇനി. ഇപ്പോൾ എന്തായാലും വെള്ളം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതാണിപ്പോൾ ഇത് വെന്നിയൂരാണ്. ഇപ്പോൾ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ടില്ല, അതാണ് ഇനി നമുക്ക് പൈപ്പ് ഇട്ടിട്ട് ആ വെള്ളം നേരെ ഈ സർവീസ് റോഡിലേക്ക് ഇറക്കുക ചെയ്യുക. സർവീസ് റോഡിൽ നിന്ന് പിന്നെ നേരെ ഡ്രെയിനേജിന് സ്ലാബിന് ഓട്ടുണ്ടാവും, അതുവഴി ഡ്രെയിനേജിലേക്ക് ഇറങ്ങിയിട്ടാണ് വെള്ളം പിന്നെ ഒഴിവായി പോവുക. ഞാൻ മുമ്പ് പറഞ്ഞത് വർക്കുകൾ നടക്കണില്ല എന്നില്ല കേട്ടോ. വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റിങ്ങിൻ്റെ പണി, ഇപ്പോൾ ആദ്യഘട്ടം ടാറിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ രണ്ടാം ഘട്ട ടാറിങ്ങിലേക്ക് ഇടിമുഴിക്കൽ, അതേപോലെ തന്നെ ചേളാരി ചില ഭാഗത്തൊക്കെ കടന്നിട്ടുണ്ട്. പക്ഷേ കാഴ്ചയിൽ ഏകദേശം നമുക്ക് ഒരേപോലെയാണ് തോന്നുക. അപ്പോൾ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഇരുന്ന് കാണാനുള്ളൊരു മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോൾ ഇത് കൂരിയാട് പാടത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂരിയാട് പാടത്ത് ഇരുഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയതാണ്. ഇനി മെയിൻ റോഡിൽ 6 വരിയിൽ വരുന്ന പാലങ്ങളെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലതുഭാഗത്ത് കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലങ്ങളെ പണി തീർന്നിട്ടേ ഇനി ഇവിടെ മറ്റുള്ള വർക്കുകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും വലിയ തോതിലുള്ള മാറ്റമൊന്നുമില്ല. പിന്നെ രാവിലെ ഒരു 9 മണിയാണ്, നല്ല മഴയാണ്. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പോൾ കേരളത്തിലെ ഞങ്ങളെക്കാളും കൂടുതൽ മഴ അനുഭവിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ പ്രവാസി സുഹൃത്തുക്കൾക്കാകും. പ്രവാസ ലോകത്ത് പല സ്ഥലത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും നാട്ടിലെ മഴ ഒന്ന് കുറച്ചു നേരം ആസ്വദിക്കാനുള്ള ഒരു താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ കണ്ടിരിക്കുക.
പിന്നീട് നമുക്ക് കുളപ്പുറം ഓവർപാസിൻ്റെ അടിയിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കാരണം ഇതാണ് കുളപ്പുറം ഓവർപാസിൻ്റെ അടിയിലെ അവസ്ഥ. ഒരു തുള്ളി വെള്ളം എവിടെയും നിൽക്കില്ല കേട്ടോ. കാരണം ഇത് നേരെ പോയിട്ട് നമ്മുടെ കൂരിയാട് പാടത്തേക്ക് സ്ലോപ്പായിട്ടാണ് ഓവർപാസുകൾ പോകുന്നത്. കേരളത്തിൽ പൊതുവെ ഒരു കയറ്റം ഒരു പാടം, ഒരു കയറ്റം ഒരു പാടം എന്നുള്ള ലെവലിലാണ് കേരളത്തിൽ റോഡുകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കയറ്റുള്ള ഭാഗത്താണ് ഓവർപാസുകൾ വരിക. അപ്പോൾ ആ ഓവർപാസ് ചെറിയൊരു വയൽ ഭാഗത്തേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുത്താൽ വെള്ളം നിൽക്കുക, ഓവർപാസിൽ വെള്ളം നിൽക്കുക എന്നുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ അപ്പോൾ തലപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തലപ്പാറ എത്തിയിട്ടില്ല, നമ്മൾ പുള്ളാട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. ഇവിടുന്നേ ബ്ലോക്കാണ്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ കാരണം എന്താണെന്നുള്ളത് കുറച്ച് മുന്നിലെത്തിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതാണ്, ഈ തലപ്പാറ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തായിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ റോഡ് എന്തായിട്ടുണ്ട്, അത് കുറച്ച് താഴ്ന്നിട്ട് ഇപ്പോൾ കുറച്ചെന്തൊക്കെയോ വർക്ക് പോലെ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അടുത്ത ഭാഗത്ത് കണ്ട ഭാഗത്ത് കൂടെയാണ് പുതിയ സർവീസ് റോഡ് വരാനുള്ളത്. ഇത് താൽക്കാലികമായിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലോക്കാണ്, ഏകദേശം 1 കിലോമീറ്ററിൻ്റെ മുകളിലായിട്ട് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ പാണമ്പ്ര അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന പുതിയൊരു അപ്ഡേഷൻ എന്താണെന്ന്, നമ്മുടെ കോഹിനൂർ പൂർണ്ണമായിട്ടും കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലേക്ക് ഗതാഗതം മാറിയിട്ടുണ്ട്. അപ്പോൾ കോഹിനൂർ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരാൾ കോഹിനൂറിൽ ബസ് ഇറങ്ങിയാൽ അയാൾക്ക് കോഹിനൂർ റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഓവർപാസ് വഴി മുറിച്ച് കടക്കണം. അതല്ലെങ്കിൽ ഭാവിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നിട്ട് നേരിട്ട് മുറിച്ച് കടക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് ബസ് കയറണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ ആ ടീച്ചേഴ്സ് ഹോസ്റ്റലുണ്ടല്ലോ, ആ അതിൻ്റെ മുന്നിലൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. അതൊക്കെ പല വീഡിയോയിലും കാണിച്ചതാണ്. പക്ഷേ 2 ദിവസമായിട്ടുള്ളൂ ഇതിലെ ഗതാഗതം തിരിച്ചു വിട്ടിട്ട്. അപ്പോൾ തൃശ്ശൂർ ബസ്സുകളൊക്കെ ഈ ഭാഗത്ത് കൂടെയാണ് കേട്ടോ പോവുക. ഈ ഭാഗത്ത് കൂടെ പോയാൽ കണ്ടോ, വലത് ഭാഗത്ത് ക്രാഷ് ബാരിയർ കാണാം. അവിടെ കുറച്ച് ഹൈറ്റിലാണ് റോഡ് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ബസ്സിൽ പോകണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അതേപോലെ തന്നെ ബസ് ഇറങ്ങിയിട്ട് കോഹിനൂർ ബസ് ഇറങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ചിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് പ്രശ്നമില്ല, പഴയ പോലെ തന്നെയാണ്. വരും ദിവസങ്ങളിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പല രീതിയിലും NHൻ്റെ ഇരുഭാഗത്തും അതേപോലെ തന്നെ വാഹന ഗതാഗതത്തിനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം വർക്ക് പല സ്ഥലത്തും ഡ്രെയിനേജുകൾ നിർമ്മിച്ചിട്ടില്ല. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ തിരിച്ചു വിടാത്തതുകൊണ്ടും ഈ കാലവർഷവും നമുക്ക് നല്ല രീതിയിൽ തന്നെ NHൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കും മറ്റും ബുദ്ധിമുട്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടുത്ത് മുകളിൽ നിന്ന് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.